വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റിനെ കുറിച്ചാണ്. വീഡിയോ നോക്കാം. ഈ ഫ്രേസസ് ഒന്ന് നോക്കിയേ. ദ ചൈൽഡ് ലുക്ഡ്, മൈ ഫ്രണ്ട് ഈസ്, ദ ബോട്ടിൽ ഈസ്. ഞാൻ ഈ ഫ്രേസസ് ഒന്ന് നോക്കിയെന്നാ പറഞ്ഞത്, സെന്റൻസസ് എന്നല്ല. അതിന്റെ അർത്ഥം ഈ തന്നിരിക്കുന്നതൊന്നും കംപ്ലീറ്റ് അല്ലെന്നാണ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വാചകങ്ങളാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. The child looked, my friend is, the bottle is. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് എല്ലാം ഈ സെന്റൻസിലെ വെർബുകളാണ്. സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് എല്ലാം ഈ സെന്റൻസിന്റെ വെർബുകളാണ്. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ അല്ലേ. ഞാൻ പറഞ്ഞു ഈ വെർബുകളെല്ലാം ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഫ്രേസസ് ഇൻകംപ്ലീറ്റ് ആണ്. ഈ വേർബിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം തരാനായിട്ട് സാധിക്കുന്നില്ല. മറ്റൊരു വേർഡ് കൂടി ഈ വേർബിന്റെ കൂടെ ചേർത്താൽ മാത്രമേ ഈ സെന്റൻസ് അല്ലെങ്കിൽ ഈ വേർബ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഈ സെന്റൻസുകളെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ദ ചൈൽഡ് ലുക്ഡ് ഹാപ്പി. ഏത് വേർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഹാപ്പി എന്ന് എഴുതുന്നു എന്ന് മാത്രം. The child looked happy. My friend is funny. My friend is funny. The bottle is clean. The bottle is clean. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഇവയെല്ലാം ഫ്രേസസ് അല്ല, മറിച്ച് സെന്റൻസസ് ആണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണമായി അർത്ഥം തരുന്ന വാചകങ്ങൾ അല്ലേ. ആദ്യത്തെ സെന്റൻസിലെ ഹാപ്പി എന്നൊരു വേർഡാണ് നമ്മൾ കൂട്ടിച്ചേർത്തത്. ദ ചൈൽഡ് ലുക്ഡ് ഹാപ്പി. ഈ ഹാപ്പി എന്ന വേർഡ് കൂട്ടിച്ചേർത്തതോടുകൂടി അതിനൊരു പൂർണ്ണമായ അർത്ഥമാണ് കിട്ടുന്നത്. മൈ ഫ്രണ്ട് ഈസ് ഫണ്ണി. ദ ബോട്ടിൽ ഈസ് ക്ലീൻ. ഹാപ്പി, ഫണ്ണി, ക്ലീൻ എന്നീ വേർഡ്സ് ഈ സെന്റൻസുകൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു മീനിങ് ആണ് തന്നത്. ഇത്തരത്തില് വേർബിന്റെ കൂടെ ഒരു സെന്റൻസിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വേർബിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ നമുക്ക് കോംപ്ലിമെന്റ് എന്ന് വിളിക്കാം. കോംപ്ലിമെന്റ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. നമുക്ക് മറ്റൊരു കോംപ്ലിമെന്റ് കൂടി ഉണ്ട് അല്ലെ. ഈ കോംപ്ലിമെന്റിന്റെ അർത്ഥം എന്താണ്? വേർബിന്റെ കൂടെ നമ്മൾ ഒരു വേർഡും കൂടി ആഡ് ചെയ്യാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരത്തില് ആ വേർബിനെ അല്ലെങ്കിൽ സെന്റൻസിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന വേർഡിനെ നമുക്ക് കോംപ്ലിമെന്റ് എന്ന് പറയാം. ഇവിടെ ആ വേർഡ് ചേർക്കുമ്പോൾ മാത്രമേ ആ വേർബിന് ഒരു കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുള്ളൂ. ഇനി ഈ സെന്റൻസുകൾ ഒന്ന് നോക്കിയേ. ദ ചൈൽഡ് കണ്ടിന്യൂഡ് ക്രൈയിങ്. ഹി ലുക്ഡ് ഡിപ്രസ്ഡ്. ഇവിടെ നമ്മള് ദ ചൈൽഡ് കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞു നിർത്തിയാല് ഒരു പൂർണ്ണമായ അർത്ഥം കിട്ടുന്നില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ക്രൈയിങ് എന്ന വേർഡ് ചേർത്തിരിക്കുന്നത്. ഹി ലുക്ഡ് എന്ന് പറയുമ്പോഴും കംപ്ലീറ്റ് അല്ല. അതിനുവേണ്ടി നമ്മളിവിടെ ഡിപ്രസ്ഡ് എന്നുള്ള വേർഡ് ചേർത്തിട്ടുണ്ട്. ഹി ലുക്ഡ് ഡിപ്രസ്ഡ്. ഇനിയൊരു കാര്യം ശ്രദ്ധിച്ചേ. ഈ വേർഡ്സ് എല്ലാം ആരെ കുറിച്ചാണ് പറയുന്നത്? ആ സെന്റൻസിലെ സബ്ജക്റ്റിനെ കുറിച്ച്. സബ്ജക്റ്റ് നമുക്കറിയാം. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചോ വ്യക്തിയൊക്കെ കുറിച്ചായിരിക്കും ഓരോ സെന്റൻസുകൾ പറയുന്നത്. ആ വ്യക്തി അല്ലെങ്കിൽ ആ വസ്തുവിനെ നമുക്ക് സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്ന് പറയാം. ഇവിടെ നമ്മൾ ചൈൽഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എക്സ്ട്രാ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തിരിക്കുന്ന വേർഡും ചൈൽഡിനെ തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തില് വേർബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന കോംപ്ലിമെന്റ്, ആ കോംപ്ലിമെന്റ് സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിനെ നമുക്ക് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയാം. സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ. നമ്മള് വേർബിന്റെ കൂടെ ആ സെന്റൻസ് അല്ലെങ്കിൽ വേർബ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ആഡ് ചെയ്യുന്ന വേർഡാണ്. ഇത്തരം വേർഡ്സ് സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിനെ നമുക്ക് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയാം. ഇവിടെ ക്രൈയിങ്, ഡിപ്രസ്ഡ് എന്നീ വേർഡ്സ് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത സെന്റൻസസ് നോക്കിയേ. മൈ ഫാദർ നെയിംഡ് മീ ധ്രുവ.
My father named me Dhruva. They elected Rahul their chairman. They elected Rahul their chairman. ഇവിടെ നോക്കിയേ, ധ്രുവ, ചെയർമാൻ എന്നീ വേർഡ്സ് ആണ് കോംപ്ലിമെന്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വേർഡ്സ് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഫസ്റ്റ് സെന്റൻസിലെ ധ്രുവ എന്ന് പറയുന്ന വേർഡ് ഇവിടെ ഫാദർ സബ്ജക്റ്റ് അല്ലേ, മൈ ഫാദർ, അതിനെയല്ല കോംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസിൽ പറഞ്ഞിരുന്നു കോംപ്ലിമെന്റ് സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് വിളിക്കാം. എന്നാൽ ഇവിടെ ധ്രുവ എന്നത് ഈ വേർഡിനെയാണ് കോംപ്ലിമെന്റ് ചെയ്യുന്നത്. വേർബിന്റെ ആക്ഷൻ എഫക്ട് ചെയ്യുന്നതോ റിസീവ് ചെയ്യുന്നതോ ആയ വ്യക്തിയോ വസ്തുവിനെയോ ആണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സെന്റൻസിലെ ഒബ്ജക്റ്റ്. ഇവിടെ മീ എന്ന വേർഡാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഈ വേർഡ് കോംപ്ലിമെന്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റിനെയാണ്. അപ്പൊ ഈ വേർഡിനെ നമുക്ക് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയാം. ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ആദ്യം നമ്മൾ പറഞ്ഞത് വേർബിന്റെ കൂടെ അല്ലെങ്കിൽ വേർബിനൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിനെ നമുക്ക് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയാം. എന്നാൽ ഈ സെന്റൻസുകളിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് സബ്ജക്റ്റുകളെ കുറിച്ചല്ല മറിച്ച് ഒബ്ജക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വേർഡ്സിനെ നമുക്ക് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയാം. സെക്കൻഡ് സെന്റൻസ് നോക്കി, ദേ ഇലക്റ്റഡ് രാഹുൽ their ചെയർമാൻ. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദേ ആണ് അല്ലെ. എന്നാൽ ചെയർമാൻ കോംപ്ലിമെന്റ് ചെയ്യുന്നത് രാഹുലിനെയാണ്. ദേ ഇലക്റ്റഡ് രാഹുൽ their ചെയർമാൻ. അപ്പോൾ ഇത്തരത്തില് ഒബ്ജക്റ്റിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന വേർഡ്സിനെ നമുക്ക് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് വിളിക്കാം. ബിയുടെ ഫോംസ് ആയ ഈസ്, ആം, ആർ, വാസ്, വർ, വിൽ ബി, ഷാൽ ബി, അപ്പിയർ, സീം, ലുക്ക്, സ്മെൽ, ടേസ്റ്റ്, ടേൺ, ഈ വേർഡ്സ് എല്ലാം തന്നെ ഇൻകംപ്ലീറ്റ് വേർബ്സ് ആണ്. ഒന്ന് നോക്കിയേ, ഷീ ഈസ് എന്ന് പറയുമ്പോൾ അതിന് കംപ്ലീറ്റ് ആയിട്ട് അർത്ഥം കിട്ടുന്നില്ല. ഐ ആം എന്ന് പറയുമ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അർത്ഥം കിട്ടുന്നില്ല. ഇത്തരം വേർഡ്സ് നമ്മൾ മെയിൻ വേർബായിട്ടും ഹെൽപ്പിംഗ് വേർബായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഷീ ഈസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കംപ്ലീറ്റ് മീനിങ് ഇല്ല. എന്നാൽ ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു മീനിങ് ഉണ്ട്. ഇത്തരത്തില് ആ വേർബ്സിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിച്ചേ, ഇതെല്ലാം ഇൻകംപ്ലീറ്റാ. ദേ ആർ, ഷീ വാസ്, ഹി ലുക്സ്. നമ്മൾ പറഞ്ഞത് കോംപ്ലിമെന്റിനെ കുറിച്ചാണ്, വേർബിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ്. ഇതിലെല്ലാം ഒരു കോംപ്ലിമെന്റ് ആഡ് ചെയ്ത് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കോംപ്ലിമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.